സൂര്യനെ. സൂര്യൻ നമുക്ക് അടുത്ത് കാണാം. സൂര്യനെ ഇപ്പൊ കാണിച്ചു. കൊച്ചി ചേറായി ബീച്ചിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ റിസോർട്ട്സും അതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഒരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സീ ലഗൂൺ ഹെൽത്ത് റിസോർട്ടിലാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂള് ഏകദേശം കായലിനോട് ചാരിയിട്ട് നിൽക്കുന്നൊരു പൂളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിൽക്കാനൊക്കെ വളരെ അടിപൊളിയായിട്ടൊരു സംഭവമാണ്. ഇതിലൂട്ടൊരു സ്വിമ്മിങ്ങിലുണ്ട് ഇവിടെ. നമ്മള് ചെറിയ പൂള് വെച്ചിറങ്ങ ചെറുപ്പം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനും ഇറങ്ങാണ്. ഇറങ്ങണില്ലേ? പൂളിന്റെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കായലാണ് വരുന്നത്. അപ്പോൾ ഇത് കൂടെ ഒക്കെ നടക്കാം. ഇതിന്റെ അപ്പുറത്തേക്ക് കായലായിട്ട് വരുന്നത്. അപ്പോൾ രാത്രി ഇവിടുന്ന് രാത്രിക്കായ പൂളിലിറങ്ങിയാണ്ട് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമാണ്. കായൽ തൊട്ടടുത്തുള്ളതുകൊണ്ട്. അപ്പൊ ജൂനിയനെ നമ്മൾ വെള്ളത്തിലിരുത്തിയിട്ടുണ്ട്. നമുക്ക് സ്വിമ്മ് ചെയ്യണോ? സ്വിമ്മ് ചെയ്യണോ? നീന്താൻ അറിയാത്ത നസ്രി വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഗ്യാസ് നീന്താനറിയാത്ത ഹസ്ബൻഡിനെ അതുകൊണ്ടാണ് കിട്ടിയത്. അതെ, സത്യങ്ങൾ മനസ്സിലാക്കി കളഞ്ഞല്ലോ. അടിപൊളിയാണ് സംഭവം അല്ലേ? പൂളിലിങ്ങനെ ഇപ്പൊ നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ടേ അല്ലേ, പൂളിലിരിക്കാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. കുറച്ചു നേരം കൂടെ പറ്റിയ പൂള് അടക്കാനായിക്കണു. നീന്തി കാണിക്ക. ഉമ്മാക്ക് ഏതാ നീന്തൊക്കെ അറിയില്ല, എന്നെ ഞാൻ പഠിപ്പിച്ചുതരാം. കാര്യം പഠിപ്പിച്ചെടുക്കും. അത് കുടിക്കാൻ പറ്റൂല. ചീച്ചി വെള്ളാണ്. റീൽസിനുള്ള വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ മോർണിംഗിന് ഒരു 7 മണിക്കുള്ള കാഴ്ചയാണത്. നമ്മൾ എണീറ്റോടനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊന്നും ആരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. റിസോർട്ടിൻ്റെ ടൈമിംഗ് വരുന്നത് ഉച്ചയ്ക്ക് 1 മണിയാണ് ചെക്ക് ഇന്ന്. അതുപോലെ ചെക്ക് ഔട്ട് വരുന്നത് 11 മണി, പിറ്റേ ദിവസം 11 മണിയാണ്. നമ്മൾ എത്തിയത് അന്ന് ഈവനിങ് ആയിരുന്നു. ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കടലാണ്. ഈ കാണുന്നത് കടലാണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ്, നമ്മൾ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് കായലുമാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസുള്ള റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലൊക്കെ പോയിട്ട് കാണിക്കാം. എവിടെ ശ്രീ പോണു? ബീച്ചിലൊക്കെ അന്ന് നടക്കാം. അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ നേരെ മുന്നിലുള്ളത് ബീച്ചാണ്, ചേറായി ബീച്ചാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ബീച്ചാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ചിലെ റോക്കിങ്ങിന് ശേഷം സജീർ തിരിച്ചു വരികയാണ്.
ഇതിലിവിടെ ഉണ്ട്. ഇതില് നേരത്തെ വരെ കൂടെ പോകുന്നതാണ്. ഇതിലോ ബീച്ചിലാണ് നമ്മള്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. ഈ റിസോർട്ടിന്റെ ഏരിയയിലുള്ളവർക്ക് മാത്രമാണ് ഇവിടേക്ക് എൻട്രി ഉണ്ട്. പബ്ലിക്ക് കൂടുതൽ എൻട്രി ഇല്ല. പബ്ലിക്കിന് കുറച്ച് അപ്പുറത്താണ് എൻട്രി ഉള്ളത്. ഇത് റിസോർട്ടുകളുള്ള ഈ ഭാഗത്ത് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ റിസോർട്ടിൽ എത്തിയത് വൈകുന്നേരം ആയത് കാരണം തന്നെ നമ്മൾ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ കൂടുതൽ വീഡിയോകളൊക്കെ നമ്മൾ എടുത്തത് പിറ്റേ ദിവസം മോർണിംഗിലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ കൂടുതൽ വീഡിയോകളൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന്റെ സെക്ഷൻ സജീറിന് വിട്ടെടുത്തിട്ടുണ്ട്. ചവിട്ടുന്ന ബോട്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിങ് ഫ്രീ ആണ്. ഇതിൽ ഇറങ്ങാം. നമ്മൾ പോയ റിസോർട്ടിൽ ഇവിടെ മാത്രമല്ല ഈ ബോട്ടിംഗ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കണ്ടു. ബോട്ടിങ് ഫ്രീ ആണ്. ബോട്ട് എടുത്ത് നമുക്ക് ഈ കായലൊക്കെ മൊത്തം കറങ്ങി വരാൻ പറ്റും. വളരെ ഭീതിയോടെ അഫ്സൽ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. റൂമിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മരത്തിൻ്റെ ഫർണിച്ചേഴ്സാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. വുഡ് വെച്ചിട്ടുള്ള ഫർണിച്ചേഴ്സാണ്. അതുപോലെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച, ബാൽക്കണിയിലുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. അപ്പോൾ പൂളും അതുപോലെ കായലും അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള കടലും ഇത് വളരെയധികം ഒരു അട്രാക്റ്റീവായിട്ട് ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ആയിട്ട് നമുക്ക് തോന്നി. അതുപോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനും രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും സംസാരിക്കാനുള്ളൊരു ഏരിയ ഒക്കെ അടിപൊളിയാണ്. അതുപോലെ ബാത്റൂമൊക്കെ അടിപൊളിയായിരുന്നു. റൂമിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ റൂംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5000 മുതലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേഞ്ച് റൂംസും അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. റൂംസിൻ്റെ പ്രൈസൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി ചേറായിൽ നമ്മൾ നേരെ പോകുന്നത് കൊച്ചി ടൗണിലേക്കാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.